ഇന്ന് സാറ്റർഡേ സ്പെഷ്യലായിട്ട് ആവോലിക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ എണ്ണയിലേക്ക് ഞാൻ ഒരു നുള്ളു ഉലുവ ഇടും. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, നേരത്തെ ചെറിയ ഉള്ളി, ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി. ഇതൊന്ന് നന്നായി വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് മീൻ കറിക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് ഫിഷ് കറി മസാല. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്കിതിലേക്ക് പേസ്റ്റ് ചേർക്കാം. മസാലേൻ്റെ പേസ്റ്റ് ഒക്കെ കണ്ടോ, ഇതുപോലെ നന്നായി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിയും തക്കാളിയും ചേർക്കാം. പുളിവെള്ളം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുമ്പോൾ കണ്ടോ, തക്കാളിയൊക്കെ നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ വെള്ളം നന്നായി തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിനി തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു ലോ ടു മീഡിയം സിമ്മിൽ ഇട്ട് വേവിക്കും. ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുമുണ്ട്, എണ്ണ തെളിഞ്ഞു, മീനും ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിക്കും. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്നിട്ട് ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ചതിന് ശേഷം കറി ഇങ്ങനെ ഇരിക്കും. ഇനി ഞാനിതൊരു 5 മിനിറ്റ് ലോ സിമ്മിൽ വെക്കാം. കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് ഒന്ന് കടുകും കൂടി താളിച്ചു കൊടുക്കും. അങ്ങനെ മീൻ കറി റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.